ഇനി നിങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് LDFന് പോപ്പുലർ ഫ്രണ്ടുമായിട്ട് ബന്ധമില്ല. ഞാൻ 2-3 ചോദ്യങ്ങൾ ചോദിക്കാം. ചോദ്യത്തിന് ഉത്തരവൊന്നും പറയണ്ട, ഞാനത് പ്രേക്ഷകർക്കായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ഒന്നാമത്തത്, 2022 മാർച്ച് മാസം 30 ആലുവ തൃശ്ശൂർ നമ്മുടെ എറണാകുളം ആലുവയിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പരിശീലനം നടത്തി. ആരുമായി ചേർന്ന പരിശീലനം നടത്തിയത്? കേരളത്തിൻ്റെ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ട് ഫയർഫോഴ്സിൻ്റെ അങ്കണത്തിൽ, കേരള ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ പോപ്പുലർ ഫ്രണ്ടുമായി ചേർന്ന് ഫയർഫോഴ്സിൻ്റെ ഈ ഒരു പരിശീലനം നടത്തിയത് എന്തിനാണ്? പോപ്പുലർ ഫ്രണ്ട് മതഭീകര സംഘടനയാണെന്ന് കേരളത്തിലെ ജനങ്ങളെല്ലാം മനസ്സിലാക്കുന്നു. ബലദേവ് ഇപ്പോൾ പറയുന്നു മതഭീകര സംഘടനയാണെന്ന്. ഇന്ത്യയിലെ കേന്ദ്ര ഹോം ഡിപ്പാർട്ട്മെൻറ്റ് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നു. സിമിയുമായി ബന്ധപ്പെട്ട സംഘടനയാണ് എന്ന് വ്യക്തമായിരിക്കുന്നു. സിമിയിൽ പ്രവർത്തിച്ചവരാണ് പോപ്പുലർ ഫ്രണ്ടിൽ പ്രവർത്തിച്ചത് എന്ന് വ്യക്തമായിരിക്കുന്നു. ഈ സമയത്താണ് പോപ്പുലർ ഫ്രണ്ടുമായിട്ട് ഈ രീതിയിലുള്ള ബാന്ധവം ഉണ്ടാക്കുന്നത് ഈ ഗവൺമെൻറ്റിൻ്റെ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള ഫയർഫോഴ്സ്. കഴിഞ്ഞിട്ടില്ല. 2, 873 പോലീസ് ഉദ്യോഗസ്ഥന്മാർ പച്ചവെളിച്ചം എന്ന് പറയുന്ന പോപ്പുലർ ഫ്രണ്ടിൻ്റെ രഹസ്യ പോലീസ് സംഘടനയുമായി ബന്ധപ്പെട്ട് 873 പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ബന്ധമുണ്ടെന്നും ആ 873 പേർ സ്ലീപ്പർ സെല്ലിൽ പ്രവർത്തിക്കുന്നവരാണെന്നും കേന്ദ്ര രഹസ്യ അന്വേഷണ റിപ്പോർട്ട് നൽകി. എന്തെങ്കിലും ഒരു തീരുമാനം, എന്തെങ്കിലും ഒരു നിലപാട്, എന്തെങ്കിലും ഒരു അന്വേഷണം ഇവർക്കെതിരെ നടത്തുവാൻ, ഇവർക്കെതിരെ ചിന്തിക്കാൻ, ഇവർക്കെതിരെ എടുക്കാൻ ഈ ഗവൺമെൻറ് തയ്യാറായോ? 3, പോപ്പുലർ ഫ്രണ്ടുമായി ഒളിഞ്ഞും തെളിഞ്ഞുമാണ് ഈ ഇടതുപക്ഷ ഗവൺമെൻറ് പ്രവർത്തിക്കുന്നത്. താങ്കൾ പറഞ്ഞു ഞങ്ങൾക്കിതിൽ ബന്ധമില്ലാന്ന്. പക്ഷേ ബന്ധമില്ലാഞ്ഞിട്ടാണോ 2020 അവർക്ക് സീറ്റ് ലഭിച്ചത്? എത്രയാ? 95. 2015 പോപ്പുലർ ഫ്രണ്ടിന് കിട്ടിയ സീറ്റ് എത്രയാ? 42. അപ്പോൾ ഈ 42 സീറ്റിൽ നിന്ന് 2020 95 സീറ്റായത് കേരളത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും UDFും LDFുമായി നടത്തിയിട്ടുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലല്ലേ? ഇനി ധാരണ ഉണ്ടായിരുന്നോ ഇല്ലയോ? ഞാനെല്ലാം വസ്തുനിഷ്ഠമായ കാര്യങ്ങളാണ് പറയുന്നത്, നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയില്ല. അടുത്തത്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രമായിട്ടുള്ള കണ്ണൂർ മുഴുപ്പിലങ്ങാടി പഞ്ചായത്തിൽ നിങ്ങൾക്ക് ബന്ധമില്ലേ? നിങ്ങൾ ഭരിച്ചിരുന്നില്ലേ? മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിൽ, അതുപോലെ കാസർഗോഡ് മീഞ്ചന്ത പഞ്ചായത്തിൽ, പത്തനംതിട്ടയിലെ മുനിസിപ്പാലിറ്റി കോട്ടുങ്കൽ പഞ്ചായത്തിൽ, ഇനി തിരുവനന്തപുരം വെമ്പായമടക്കമുള്ള പഞ്ചായത്തുകളിൽ മുനിസിപ്പാലിറ്റിയിൽ ഈ മാർക്സിസ്റ്റ് പാർട്ടി, അതുപോലെ തന്നെ കോൺഗ്രസ്, അതിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കാര്യം മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ടുള്ള ബന്ധമുണ്ടായിട്ടില്ലേ? നിങ്ങൾ ഇവരുമായി ഒരുമിച്ച് ഭരിച്ചിട്ടില്ലേ? ഒരുമിച്ച് ഭരിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? പോപ്പുലർ ഫ്രണ്ടിന് ഇനിയിപ്പം ഞാൻ ഈ ഒരുമിച്ച് ഭരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് B. ഗോപാലകൃഷ്ണൻ പറയുന്നതിലാണ് നിങ്ങൾക്ക് വിരോധമെങ്കിൽ, ഞാൻ ഹമീദ് ചേന്ദമംഗളൂർ അദ്ദേഹത്തിൻ്റെ പുസ്തകമുണ്ട് ഭീകരവാദത്തെക്കുറിച്ച്. ആ ഭീകരവാദത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം എഴുതിയ വരി ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കാം. ഈ രാഷ്ട്രീയ കളി അപകടകരമാണ്. ഹമീദ് ചേന്ദമംഗലൻ പറയുന്നതാണ്. കേരളത്തിലെ UDFും LDFും ഒരു മനസ്സാക്ഷിക്കുത്തുമില്ലാതെ മതഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടുമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലടക്കം ഉണ്ടാക്കിയിട്ടുള്ള ഈ ബാന്ധവം ഭാവി കേരളത്തിന് അപകടകരമാണ്. ഇതെഴുതിയത് ഹമീദ് ചേന്ദമംഗലം. പുസ്തകം ഇപ്പോഴും ഉണ്ട്, അവൈലബിൾ ആണ്, താങ്കൾക്ക് പോയി മേടിക്കാം. അതിനകത്ത് ബാന്ധവത്തിൻ്റെ കഥകൾ, ബാന്ധവത്തിൻ്റെ കാര്യങ്ങൾ 1, 2, 3 എന്ന് പറഞ്ഞ് അടിവരയിട്ട് പറയുന്നു. ഓരോ മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തിലെയും കാര്യം അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ഇനി ഞാൻ ഇനിയിപ്പം വേറൊരു കാര്യം കൂടി പറയാം. ഞാൻ ആ കാര്യം കൂടി പറഞ്ഞതിന് ശേഷം ഈ വിഷയത്തിലേക്ക് വരാം. ലഹരി ജിഹാദ് എന്ന് സംസാരിച്ചപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ബഹുമാനപ്പെട്ട ബിഷപ്പ് ലഹരി ജിഹാദിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ എന്തായിരുന്നു കേരളത്തിലെ ബഹളം? എന്തുമാത്രം ബഹളമാണ് ഇടതുപക്ഷം ഉണ്ടാക്കിയത് ലഹരി ജിഹാദുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ബിഷപ്പിനെതിരായിട്ടുണ്ടാക്കിയത്? ഏതൊക്കെ തരത്തിലുള്ള ഏർപ്പാടാണ്, ഏതൊക്കെ തരത്തിലുള്ള എതിർപ്പാണ്, ഏത് രീതിയിലാണ്
എതിർത്തത് എന്ന് മാത്രമല്ല, മദനിയാണല്ലോ ഇതിൻ്റെ എല്ലാം ആവിർഭാവം. ആ മദനിയുമായിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ബന്ധം, ആ മദനിയുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നാണല്ലോ പിന്നെ ഇതെല്ലാം ഉണ്ടാവുന്നത്. കാരണം സിമിയിൽ നിന്നാണ് ഈ സംഘടന തന്നെ ഉണ്ടാവുന്നത്. സിമിയുടെ പിന്നീടുള്ള പതിപ്പാണല്ലോ വാസ്തവത്തിൽ ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം പോപ്പുലർ ഫ്രണ്ട് സിമിയുമായിട്ടുള്ള ബന്ധം എന്ത് എന്നുള്ളത്. ഇവിടെ അറിയാത്തവരാരുമില്ല. അവർ വളരെ കൃത്യമായി ഈ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുമുണ്ട്. എല്ലാ മേഖലകളിലും ഇത് ബന്ധപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ബന്ധങ്ങൾ ഉണ്ടായത് എന്നും നമുക്കറിയാം. എൻ ഡി എഫ് ആദ്യം ഒരു മിനിറ്റ് ഞാൻ തീർത്തിട്ട് പറയാം. ആദ്യമായിട്ട് രൂപീകരിക്കുന്ന കാലഘട്ടത്തിൽ, അതായത് 2006 നവംബർ മാസം 22 എൻ ഡി എഫിൻ്റെ രൂപീകരണം ഉണ്ടാവുന്നത്. ആ രൂപീകരണ സമ്മേളനം തൊട്ട് എൻ ഡി എഫുമായിട്ടുള്ള എല്ലാ സഖ്യങ്ങളും മദനിയുമായി ബന്ധപ്പെട്ടവർ ചെയ്തിട്ടുണ്ട്. ആ മദനിയുമായിട്ടുള്ള ബന്ധമാണ് ഇടതുപക്ഷം ആദ്യമുണ്ടാക്കിയത്. അതിനുശേഷമാണ് ഇടതുപക്ഷം മാർക്സിസ്റ്റ് പാർട്ടി ഇടതുപക്ഷം ഈ പോപ്പുലർ ഫ്രണ്ടുമായിട്ടുള്ള ബന്ധം ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ ഗവൺമെൻറ്റിൻ്റെ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കുറ്റപത്രം കൊണ്ടുവന്നതും ഇവരെ മുഴുവൻ ശിക്ഷിച്ചതും എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് പരിപൂർണമല്ല. കാരണം ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് അഭിമന്യു കൊലപ്പെട്ടത്. മഹാരാജാസ് കോളേജിലെ അഭിമന്യു കൊലപ്പെട്ടത് ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്തല്ലേ? ആ ഗവൺമെൻറ് അഭിമന്യുവിൻ്റെ ഘാതകനെ സംരക്ഷിച്ചത് എങ്ങനെയാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? മഹാരാജാസ് കോളേജിലെ നിങ്ങളുടെ പ്രിയപ്പെട്ട SFI സഖാവിനെ കുത്തി കൊലപ്പെടുത്തിയില്ലേ? ആ കുത്തി കൊലപ്പെടുത്തിയ യഥാർത്ഥ ആ ആയുധം കണ്ടെത്തിയിട്ടില്ല. കുത്തി കൊലപ്പെടുത്തിയവനുമായിട്ടുള്ള സഖ്യമുണ്ടാക്കി അവനെ സംരക്ഷിക്കാൻ ശ്രമിച്ചില്ലേ? അപ്പം കേരളത്തിൽ ഇടതുപക്ഷവും വലതുപക്ഷവും, ഇവിടെ വലതുപക്ഷത്തിന് പ്രസക്തിയില്ല, ഇവിടെ ആരുമില്ല. ഈ തൃശ്ശൂരിലെ MP, ഇന്നത്തെ MP, വലതുപക്ഷത്തിൻ്റെ ആളില്ലെങ്കിലും ഞാൻ പറയാൻ പോവാ, ഇന്നത്തെ MP, തൃശ്ശൂരിലെ MP പ്രതാപൻ പോപ്പുലർ ഫ്രണ്ടുമായി എനിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇപ്പം ബലദേവ് പറഞ്ഞ മാതിരിയാ ചോദിച്ചത്. ഞങ്ങളെടുത്ത് വെളിയിലിട്ടു പോപ്പുലർ ഫ്രണ്ടുമായിട്ടുള്ള ബന്ധങ്ങൾ. ഒരു കോൺഗ്രസ് പ്രവർത്തകനായ പുന്നാൻ നൗഷാദിനെ വെട്ടിക്കൊന്ന ഏതാനും ആഴ്ചകൾക്ക് ശേഷം ആ വെട്ടിക്കൊന്നവനെ സംരക്ഷിക്കാൻ പോയ MP ആണ്. അതിൻ്റെ പേരിൽ പുന്നാൻ നൗഷാദുമായി ബന്ധപ്പെട്ട കോൺഗ്രസ്സുകാർ അതിശക്തമായ പ്രക്ഷോഭമുണ്ടാക്കി. പക്ഷേ ഏതാനും മാസങ്ങൾക്കുള്ളിലാണ് അവരുടെ ഈ പോപ്പുലർ ഫ്രണ്ടിനെ, ഈ വെട്ടിക്കൊന്ന സംഘടനയുടെ തേജസ് എന്ന് പറയുന്ന ആ പത്രത്തിൻ്റെ വരിക്കാരനായെന്ന് മാത്രമല്ല, അവർക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണം കൊടുത്തിട്ട് അവരുടെ ആ എന്താ പറയുക, ആ തേജസ് പത്രത്തിൻ്റെ വിതരണത്തിന് വേണ്ടിയുള്ള ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു.